അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ അതിൻ്റെ വിശദീകരണമായിട്ട് ബന്ധപ്പെട്ട് അർ റഹ്മാൻ എന്നുള്ള അള്ളാഹിൻ്റെ ആ ശ്രേഷ്ഠ നാമത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൽ നമ്മുടെ ചുറ്റിലുള്ള നിരവധി അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് സൃഷ്ടികളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളതിന് വിവക്ഷ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. റഹ്മത്തു അഹബ്ബു ഇലൈഹി മിനൽ ഉഖൂബ, അവനെ ശിക്ഷിക്കുന്നതിനേക്കാൾ ഇഷ്ടം കരുണ ചെയ്യാനാണ്. ഇപ്പോൾ സൂറത്ത് നിസാഇൻ്റെ 147 വചനത്തിൽ മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും, അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നതുകൊണ്ട് അള്ളാഹുവിന് എന്ത് ലഭിക്കാനാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വൽ അഫു അഹബ്ബു ഇലൈഹി മിനൽ ഇൻതിഖാം, പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ അവൻ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കാനാണ്. അതേപോലെ തന്നെ പിടിച്ചു വെക്കുന്നതിനേക്കാൾ അവൻ ഇഷ്ടപ്പെടുന്നത് നൽകാനാണ്. അവസാനമായിട്ട് അവൻ്റെ ആ നീതി നടപ്പിലാക്കുന്നതിനേക്കാൾ ആ സൃഷ്ടികളോട് കരുണയും അനുഗ്രഹം എല്ലാം കാണിക്കാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ കാരുണ്യം ആ രൂപത്തിലാണ് അവർ സൃഷ്ടികളോട് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അർ റഹ്മാൻ എന്നുള്ള ഈ ഒരു നാമത്തിൻ്റെ ചില സവിശേഷതകളെ സംബന്ധിച്ച് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ഏറ്റവും ഫൗണ്ടേഷണൽ നെയിമായിട്ട് അള്ളാഹിൻ്റെ ഏറ്റവും അടിസ്ഥാന നാമങ്ങളിൽ കടന്നു വരുന്നതാണ്. ഇപ്പോൾ അള്ളാഹ് എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു നാമം, അതേപോലെ തന്നെ റബ്ബ് എന്നുള്ള നാമം. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ ആരംഭത്തിൽ തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ആദ്യമായിട്ട് അള്ളാഹു പരിചയപ്പെടുന്ന റബ്ബ് എന്നുള്ള ആ ഒരു നാമത്തിലൂടെയാണ്. അതേപോലെ തന്നെ റഹ്മാൻ എന്നുള്ളതും അതേ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, അതായത് പരിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് അള്ളാഹു എല്ലാത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതേപോലെ തന്നെ അള്ളാഹു അവൻ്റെ ആ ശ്രേഷ്ഠ നാമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്തുൽ ഇസ്രാഇൻ്റെ 110 വചനത്തിൽ ഖുൽ ഇദ്ഉല്ലാഹ അവിദുർ റഹ്മാൻ അയ്യമ്മ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ അവനെ അള്ളാഹു എന്ന് വിളിക്കുക അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിക്കുക, നിങ്ങൾ എന്ത് തന്നെ വിളിച്ചാലും അവന് ഉത്തമമായിട്ടുള്ള നാമങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ഇതര നാമങ്ങളിൽ നിന്നെല്ലാം മാറ്റി അള്ളാഹു എന്നുള്ള നാമത്തോടൊപ്പം അർ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമം പ്രത്യേകമായിട്ട് പറയുകയാണ്. അപ്പോൾ അതിനുള്ള ആ സവിശേഷതയാണ് അതെല്ലാം കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാ വ അബ്ദുർ റഹ്മാൻ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് നാമങ്ങൾ, ഒന്ന് അബ്ദുല്ല അള്ളാഹിൻ്റെ അടിമ, അതേപോലെ തന്നെ അബ്ദുർ റഹ്മാൻ. അപ്പോൾ അവിടെയും അള്ളാഹ് അതേപോലെ തന്നെ റഹ്മാൻ, ഈ രണ്ട് നാമങ്ങൾ ചേർത്ത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആ ഒരു നാമം അള്ളാഹിൻ്റെ ആ കാരുണ്യത്തെ വിശേഷിപ്പിക്കുന്ന അർ റഹ്മാൻ അർ റഹീം, ഈ രണ്ട് നാമങ്ങൾ ആ പദത്തിനെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും കടന്നു വരുന്നത് 3 അക്ഷരങ്ങളാണ്. റ, അതേപോലെ തന്നെ ഹ, മീം, ഈ 3 റൂട്ട് വേർഡുകളാണ്. അപ്പം അതിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ, ഒന്ന് റഹീം എന്ന് വെച്ചാൽ ഭാഷയിൽ ഗർഭപാത്രം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഖുദ്സി ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു പറയുന്നതായിട്ട് അനല്ലാഹ് വ അന റഹ്മാൻ ഖലഖ്തുർ റഹീം, ഞാൻ അള്ളാഹു ആണ്, ഞാൻ റഹ്മാനാണ്, ഞാൻ ആ റഹീമിനെ സൃഷ്ടിച്ചു, അതായത് ഗർഭപാത്രങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൂറത്ത് ആൽ ഇമ്രാൻ്റെ ആരംഭത്തിൽ 6 വചനത്തിൽ വല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാം, അർഹാം എന്ന് വെച്ചാൽ ഭാഷയിൽ ഗർഭപാത്രം എന്നുള്ളതാണ്. ശേഷം ആ ഹദീസിൽ വശഖഖ്തു ലഹാ മിൻ ഇസ്മി, ഞാൻ എൻ്റെ നാമം അതിന് നൽകി എന്നുള്ളതാണ്. അതായത് ആ ഗർഭപാത്രത്തിൽ നിന്നാണ് എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഭാഷയിൽ കുടുംബബന്ധം സിലത്തുർ റഹിം എന്നാണ് പറയുക. സൂറത്തു നിസാഇൻ്റെ ആദ്യ വചനത്തിൽ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം അള്ളാഹു പറയുന്നുണ്ട്. ശേഷം അതേ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, ആരെങ്കിലും ബന്ധം ചേർത്താൽ ഞാൻ അവനോട് ആ ബന്ധം ചേർക്കും, ആരെങ്കിലും ബന്ധം മുറിക്കുകയാണെങ്കിൽ ഞാൻ അവനുമായിട്ടുള്ള ബന്ധം മുറിക്കും എന്നെല്ലാം അതേ ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമത്തെ അള്ളാഹു കണക്ട് ചെയ്യുന്നത് ആ റഹീം ഗർഭപാത്രമായിട്ടാണ്. അത് മനോഹരമാണ് കണക്ഷൻ. കാരണം അള്ളാഹു നമ്മളോട് കാണിക്കുന്ന അതുല്യമായിട്ടുള്ള ആ ഒരു കാരുണ്യം, ആ സ്നേഹത്തിൻ്റെ ഒരു അംശം ആ മാതാവ് കുഞ്ഞിനോട് കാണിക്കുന്ന ആ കാരുണ്യത്തിലൂടെ അതിൻ്റെ ഒരു ചെറിയ ചിത്രം നമുക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ചിന്തിച്ച് നോക്കുക, മാതാവ് ഗർഭിണിയാകുന്നത് മുതൽ നിരവധി പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരികയാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ വഹനൻ അലാ വഹൻ, പ്രയാസങ്ങൾക്ക് മീതെ പ്രയാസം എന്ന് പറയുന്നുണ്ട്. അവർക്ക് നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, നന്നായിട്ട് കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നിരവധി വേദനകൾ അവർ അകത്തുള്ള ആ കുഞ്ഞ് കാരണം സഹിക്കേണ്ടി വരികയാണ്. പക്ഷേ ഒരിക്കൽ പോലും ആ മാതാവ് കുഞ്ഞിനെ പഴിക്കുന്നില്ല. അത് മാത്രമല്ല, ആ പ്രയാസങ്ങൾ കൂടുന്നതിനനുസരിച്ച് കുട്ടിയോടുള്ള ആ കാരുണ്യവും സ്നേഹമെല്ലാം കൂടി വരികയാണ്. അപ്പോൾ അവസാനത്തെ ആ ട്രൈമസ്റ്ററിലേക്കെല്ലാം എത്തുന്ന സമയത്ത് അകത്തുള്ള കുട്ടി ചവിട്ടുന്നുണ്ട്, ആ കൈ ഉയർത്തുന്നുണ്ട്, അങ്ങേയറ്റം ആ പ്രയാസത്തിൻ്റെ ആധിക്യം കൂടി വരികയാണ്. പക്ഷേ അകത്തുള്ള ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഫ്രീ റെൻ്റാണ്, ഫ്രീ ഫുഡാണ്, അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിറവേറ്റപ്പെടുന്നുണ്ട്.
അപ്പം അവന് ഒരിക്കൽ പോലും കാണാത്ത ആ മാതാവ് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ആ കാരുണ്യം, അത് ആ കുട്ടി ഓരോ നിമിഷവും അവിടെ അനുഭവിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി പുറത്ത് ഇത്രയേറെ ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു മാതാവിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ അവനില്ല. ഇപ്പോൾ ഗർഭപാത്രത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഖറാറി മക്കീൻ, ഭദ്രമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സങ്കേതം എന്നെല്ലാം ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ സൈക്കോളജി മനഃശാസ്ത്രജ്ഞന്മാർ അവർ പറയാറുണ്ട്, ഇപ്പോൾ ഫീറ്റൽ പൊസിഷൻ, ആ കുഞ്ഞ് കിടക്കുന്ന ആ ഒരവസ്ഥ, ചുരുണ്ടുള്ള കിടപ്പ്, അത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സേഫസ്റ്റ് ആ ഒരു പൊസിഷനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷവും നമ്മൾ മുതിർന്നു കഴിയുന്ന സമയത്ത്, ജീവിതത്തിൽ വലിയ സമ്മർദ്ദവും വിഷമെല്ലാം വരുന്ന സമയത്ത് നമ്മളറിയാതെ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് ആ പഴയ സുരക്ഷിതത്വം തേടുന്ന, അല്ലെങ്കിൽ ആ ആദ്യത്തെ ആ സുരക്ഷിത സങ്കേതത്തിലേക്കുള്ള മടക്കം, അതിൻ്റെ ഒരു അനുകരണമായിട്ടാണ് നമ്മൾ അതേ രൂപത്തിൽ ചെയ്യുന്നതെന്നെല്ലാം സൈക്കോളജിസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗർഭകാലത്തുടനീളം മാതാവ് ആ കുഞ്ഞ് കാരണം ഇത്രയേറെ വേദനകൾ സഹിക്കേണ്ടി വരികയാണ്. അതെല്ലാം പോരാത്തതിന് അത് പൂർത്തിയാക്കി ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു വേദന സമ്മാനിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ആ സമയത്തും മാതാവിന് ആ കുഞ്ഞിനോടുള്ള കാരുണ്യം വർദ്ധിക്കുകയാണ്. ഫീഡ് ചെയ്യുന്ന സമയത്തും പിന്നീട് ആ കുഞ്ഞ് ഏകദേശം ഒരു വലിപ്പം എത്തുന്നത് വരെ മാതാവിൻ്റെ നിരവധി ഇഷ്ടങ്ങൾ, അവർ ഉറക്കവും അതേപോലെ തന്നെ അവരുടെ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആ കുഞ്ഞിനെ പരിചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വേദനകൾ, ഇങ്ങോട്ട് വേദനകൾ മാത്രം സമ്മാനിച്ചിട്ടും അങ്ങോട്ട് സ്നേഹവും കരുതലും മാത്രമാണ് തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് തികച്ചും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം, അത് അത്തരത്തിലൊരു സ്നേഹം മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അത് യുണീക്കാണ്. അതുകൊണ്ടാണ് മാതൃസ്നേഹത്തെ എല്ലാം നമ്മൾ അത്രയേറെ വാഴ്ത്തുന്നത്. ഇപ്പോൾ ചിന്തിച്ചു നോക്കുക, അതായത് അതല്ലാതെ മറ്റ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇതേ ഒരു കാര്യം ഒരാൾ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വേദനകൾ നമുക്ക് നൽകുകയാണെങ്കിൽ അത് 9 മാസം പോയിട്ട് 9 ദിവസം പോലും നമ്മൾ സഹിക്കില്ല, നമ്മൾ പ്രതികരിക്കും, അയാളോട് ഒരു സ്നേഹവും നമുക്ക് തോന്നില്ല. പക്ഷേ അതേസമയം ആ കുഞ്ഞിനോട് മാതാവിന് തോന്നുന്ന ആ ഒരു സ്നേഹം എന്നുള്ളത് അത് എല്ലാ അർത്ഥത്തിലും യുണീക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ ഒരു യുണീക്കായിട്ടുള്ള സ്നേഹം അള്ളാഹു അവൻ്റെ സൃഷ്ടികളോട് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യത്തെയും കരുതലിനെയും എല്ലാം വിശേഷിപ്പിക്കുന്ന ആ പവർഫുൾ നാമം അർ-റഹ്മാൻ എന്നുള്ള ആ ഒരു നാമം, അത് ഗർഭപാത്രമായിട്ട് കണക്ട് ചെയ്ത് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മൾ അർ-റഹ്മാൻ എന്നുള്ളത് കാരുണ്യവാൻ, ആ കാരുണ്യമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരുണ്യം മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ കെയറിങ്ങും അതിനകത്ത് വരുന്നുണ്ട്. അത് രണ്ടും കൂടെ അടങ്ങിയതാണ്. അത് രണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരാളുടെ അകത്തുള്ള സ്നേഹം അല്ലെങ്കിൽ ആ കാരുണ്യം എന്നുള്ളതെല്ലാം ഒരു ആന്തരിക വികാരമാണ്. അതേസമയം കെയറിങ് എന്നുള്ളത് ആന്തരിക വികാരത്തിൻ്റെ പുറത്തേക്കുള്ള പ്രതിഫലനമാണ്, അതൊരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമുക്കൊരാളെ സ്നേഹിക്കാതെ തന്നെ കെയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടർമാർ, നഴ്സുമാർ, അവർ ആ പേഷ്യൻറ്റിനോട് കാണിക്കുന്ന സ്നേഹത്തേക്കാൾ ആ കെയറിങ് ആണ്, ആ കരുതലാണ്. അതേപോലെ തന്നെ നേരെ തിരിച്ചും സ്നേഹം ഉണ്ടാകും, പക്ഷേ കെയറിങ് ഇല്ല. ഇപ്പോൾ ചില ദാമ്പത്യ ജീവിതത്തിലെല്ലാം പങ്കാളിയോട് സ്നേഹമുണ്ട്, പക്ഷേ അവളുടെ ആവശ്യങ്ങൾ കണ്ടറിയാനോ മനസ്സിലാക്കാനോ കഴിയാതെ പോകുന്ന വിധം ആ കെയറിങ് വേണ്ടത്ര ഇല്ലാത്ത രൂപത്തിൽ. അപ്പോൾ അത് രണ്ടാണ്. ഇപ്പോൾ റഹ്മാൻ എന്നുള്ളത് അത് രണ്ടിൻ്റെയും, അത് ആ കരുണയുടെയും അതേപോലെ തന്നെ കെയറിങ്ങിൻ്റെ എല്ലാം എക്സ്ട്രീം, അതായത് അതിൻ്റെ അങ്ങേ അറ്റമാണ്. ഇപ്പോൾ ഭാഷാ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ റഹ്മാൻ എന്നുള്ള ആ ഒരു പദം, ആ ഒരു നാമം, അത് ഭാഷയിൽ ആ ഫഅലാൻ ഫോർമാറ്റിൽ, ആ ഒരു ടെംപ്ലേറ്റിലാണ് കടന്നു വരുന്നത്. അവസാനം അലിഫ്നൂന് വരുന്ന രൂപത്തിൽ. ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ കടന്നു വരുന്ന മറ്റൊരു അള്ളാഹിൻ്റെ നാമവും കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ആ സീഖത്തുൽ മുബാലഗ, അതായത് ആ അലിഫ്നൂന് അവസാനം വരുന്ന സമയത്ത് ആ പറയുന്ന കാര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ആ തീവ്രതയെ, ആ എക്സ്ട്രീമിനെയാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ ഭാഷയിൽ ജൂ എന്ന് വെച്ചാൽ വിശപ്പാണ്. അതേസമയം അലിഫ്നൂന് ചേർത്ത് ജൗആൻ എന്ന് പറയുന്ന സമയത്ത് ആ കഠിനമായിട്ടുള്ള വിശപ്പ്, ആ പട്ടിണിയാണ്. അതേപോലെ തന്നെ അതുഷ് എന്ന് വെച്ചാൽ ദാഹമാണ്. അതുഷാൻ എന്ന് വെച്ചാൽ ആ കഠിനമായിട്ടുള്ള ദാഹം, ആ തൊണ്ട വരളുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ ഗളുബാൻ, അനിയന്ത്രിതമായിട്ടുള്ള അമിതമായിട്ടുള്ള ദേഷ്യം. ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന പദങ്ങളെല്ലാം ആ പറയുന്ന കാര്യത്തിൻ്റെ ആ തീവ്രത അങ്ങേ അറ്റത്തെയാണ് അത് കാണിച്ചു തരുന്നത്. അതേ രൂപത്തിൽ അർ-റഹ്മാൻ എന്നുള്ള ആ ഒരു നാമം അള്ളാഹിൻ്റെ ആ കാരുണ്യത്തിൻ്റെ, ആ കെയറിങ്ങിൻ്റെ അങ്ങേ അറ്റാണ് ആ ഒരു നാമം തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഗർഭപാത്രത്തിൻ്റെയും റഹീം, ആ മാതൃസ്നേഹത്തിലൂടെയെല്ലാം അള്ളാഹിൻ്റെ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമത്തിൻ്റെ ഒരു അംശം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഇതേ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മാതൃസ്നേഹത്തിലൂടെ അള്ളാഹിൻ്റെ കാരുണ്യം അനുചരന്മാരെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്വഹീഹ് ബുഖാരി കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മാതാവിന് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് അവർ ഒരുപാട് തിരഞ്ഞ് അവസാനം ആ കുട്ടിയെ കിട്ടിയ സമയത്ത് അവർ സ്നേഹത്തോടുകൂടെ ആ കുട്ടിയെ വാരിപ്പുണർന്ന് ഉമ്മ വെക്കുന്ന ആ ഒരു കാഴ്ച റസൂലുള്ള അനുയായികളെ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈ മാതാവ് ആ കുഞ്ഞിനെ തീയിലിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ.
ആ മാതാവിന് ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തേക്കാൾ എത്രയോ ആണ് അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുള്ള ആ കാരുണ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാഴ്ചയിലൂടെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അർഹമുർ റാഹിമീൻ അല്ലെങ്കിൽ ഖൈറുർ റാഹിമീൻ എന്നെല്ലാം അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു മാതാവ് കുട്ടിയോട് കാണിക്കുന്ന സ്നേഹമല്ല, മറിച്ച് ലോകത്തുള്ള സർവ്വ മാതാക്കളും അവരുടെ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം, അതല്ലെങ്കിൽ ജീവജാലങ്ങൾക്കിടയിലുള്ള നമ്മൾ കാണുന്ന കാരുണ്യത്തിൻ്റെ അംശങ്ങളെല്ലാം അള്ളാഹിൻ്റെ മൊത്തം കാരുണ്യത്തിൻ്റെ കേവലം 100-1 മാത്രമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ലില്ലാഹി മിഅത്തുർ റഹീം, അള്ളാഹുവിന് 100 കാരുണ്യങ്ങളുണ്ട്. അൻസല മിൻഹ റഹ്മത്തൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിം വൽ ഹവാം, അതായത് അവൻ്റെ ആ 100-ൽ ഒരംശമാണ് ആ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കിടയിലെല്ലാം അള്ളാഹു വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നമ്മൾ കാണുന്ന കാരുണ്യത്തിൻ്റെ അംശമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം അടക്കം അള്ളാഹുവിൻ്റെ ആ മൊത്തം കാരുണ്യത്തിൻ്റെ ഒരംശം മാത്രമാണ്. അപ്പോൾ നമുക്ക് സ്വയം നമ്മളോടുള്ളതിനേക്കാൾ കാരുണ്യം അള്ളാഹ്ക്ക് നമ്മളോടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്ത് നിസാഇൻ്റെ 29-ാമത്തെ വചനത്തിൽ വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അള്ളാഹു അവിടെ ആ സ്വയം നിരാശരാകുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ആ കാരുണ്യത്തിൻ്റെ പ്രതീക്ഷാ വാക്കുകൾ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കി 99 അള്ളാഹു ആ മരണാനന്തര ജീവിതത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഹമാദ് ബിൻ സലം അദ്ദേഹം സുഫിയാൻ സൗരി റഹിമഹുള്ളയുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മരണാനന്തര ജീവിതത്തിൽ എനിക്ക് അള്ളാഹു അങ്ങാനൊരു ചോയ്സ് നൽകിയാൽ എന്നെ വിചാരണ ചെയ്യാൻ ഒന്നുകിൽ എൻ്റെ മാതാപിതാക്കൾ അതല്ലെങ്കിൽ അള്ളാഹു, ആരെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ചോയ്സ് എനിക്ക് നൽകിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അള്ളാഹിനെ ചൂസ് ചെയ്യും. കാരണം ഫഹുവ അർഹമു ബി മിൻ ഉമ്മി വ അബി, എൻ്റെ മാതാപിതാക്കളേക്കാൾ എന്നോട് കാരുണ്യമുള്ളവനാണ് അള്ളാഹു, അതുകൊണ്ട് അള്ളാഹിനെ ഞാൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളോട് കാണിക്കുന്ന കാരുണ്യം അത് ആ മാതാവിൻ്റെ ഗർഭപാത്രത്തിലായത് മുതൽ ആ ജീവിതയാത്രയിലുടനീളം നമ്മുടെ ഓരോ സെല്ലിലും നമ്മുടെ ഓരോ രക്തത്തുള്ളിയിലും ശ്വാസത്തിലും ആ കാരുണ്യം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള കാരുണ്യത്തിൻ്റെ വശം അത് കാണാൻ പോകുന്നുള്ളൂ. അത് അള്ളാഹു ആ 99 മരണാനന്തര ജീവിതത്തിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തുറമുത്തിരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിഷേധികളായിട്ടുള്ള ആളുകൾ അവരെങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മരണാനന്തര ജീവിതത്തിൽ തങ്ങൾക്കും സ്വർഗം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അവർ എന്നുള്ളത്. അത്രയേറെ അള്ളാഹിൻ്റെ കാരുണ്യം. അതുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് പോലും ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ അള്ളാഹു അർ റഹ്മാൻ റഹീം എന്ന് ആ കാരുണ്യത്തിൻ്റെ ആ പ്രതീക്ഷയുടെ വാക്കുകൾ നൽകിയതിന് ശേഷമാണ് അള്ളാഹു മാലിക് യൗമിദ്ദീൻ ആ ഭയം വരുന്നത്. ആദ്യം പ്രതീക്ഷയാണ്, പിന്നീടാണ് ഭയം. അതിൻ്റെ ആ ഭീകരത വിവരിക്കുന്ന സമയത്ത് സൂറത്ത് ത്വാഹയുടെ 108-ാമത്തെ വചനത്തിൽ വഖശഅത്തിൽ അസ്വാത്തിൽ റഹ്മാൻ, അവിടെയും അള്ളാഹു അൽ ജബ്ബാർ എന്നോ അൽ അസീസ് എന്നല്ല, മറിച്ച് അർ റഹ്മാൻ എന്നുള്ള അള്ളാഹിൻ്റെ നാമാണ് അവിടെ ഉപയോഗിച്ചതായിട്ട് കാണുക. അപ്പോൾ അർഹരായിട്ടുള്ള ആളുകൾക്ക്, അതുകൊണ്ടാണ് അർ റഹ്മാൻ എന്നുള്ളത് ആമായിട്ട് ജനറലായിട്ട് അള്ളാഹു സർവ്വ സൃഷ്ടികൾക്കും വിശ്വാസി അവിശ്വാസി എന്ന ഭേദമില്ലാതെ സർവ്വ സൃഷ്ടികൾക്കും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാരുണ്യം. അപ്പോൾ ഒരു മഴ വർഷിക്കുന്ന സമയത്ത് അത് സർവ്വ ആളുകളും ഒരേ രൂപത്തിൽ ആ ഒരു കാരുണ്യം ആസ്വദിക്കുന്നുണ്ട്. അതേസമയം അർ റഹീം എന്നുള്ളത് നാളെ അർഹരായിട്ടുള്ള ആളുകൾക്ക് മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ച റഹ്മത്തുൻ ഖാസ്, അതായത് റഹ്മാനും ഫി ദുനിയ റഹീം ഫിൽ ആഖിറ, ആ രൂപത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലും വകാന ബിൽ മുഅ്മിനീന റഹീമ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു അവൻ്റെ ആ സൃഷ്ടികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം നിസ്വാർത്ഥമായിട്ടുള്ള കാരുണ്യമാണ്, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള. അത് നമ്മുടെ ലോജിക്കിന് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമാണ്. ഇപ്പോൾ വലില്ലാഹി മഥലുൽ അല, ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു എംപ്ലോയി, ഒരു ജോലിക്കാരൻ, അയാൾ സദാസമയം അയാളെ ഏൽപ്പിച്ച പണി ചെയ്യുന്നില്ല, സദാസമയം എന്നെ കുറ്റം പറയാണ്, അല്ലെങ്കിൽ കമ്പനിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അയാൾക്ക് നല്ലൊരു വേതനം എല്ലാ മാസവും ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ ഒന്നുകിൽ 2 കാരണമാണ് അവർ പറയും. ഒന്നുകിൽ ഞാൻ അയാളുമായിട്ട് എന്തോ അടുത്ത ബന്ധമുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ ചില സീക്രട്ടുകൾ അയാൾക്ക് അറിയാം, അതുകൊണ്ട് മാത്രമാണ് അയാളെ കീപ്പ് ചെയ്യുന്നത്. ഈ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടും അയാളെ അവിടെ ആ കമ്പനിയിൽ തന്നെ കീപ്പ് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. സമാനമായിട്ട് അള്ളാഹിനെ നിഷേധിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ദീനിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ഓരോ ശ്വാസവും അല്ലെങ്കിൽ അവരുടെ ഓരോ ഹൃദയമിടിപ്പും അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. അത്രയേറെ കാരുണ്യം അള്ളാഹു നൽകുന്നു എന്നുള്ളത് അത് നിസ്വാർത്ഥാണെന്ന് പറയാനുള്ള കാരണം, ഇപ്പോൾ നമ്മൾ മനുഷ്യർക്കിടയിൽ പരസ്പരം കാണുന്ന ആ കാരുണ്യം അത് പലപ്പോഴും എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാകും, അതല്ലെങ്കിൽ ദുർബലത കൊണ്ടാകും, അതല്ലെങ്കിൽ ഒരാൾ നൽകിയ കാരുണ്യം തിരിച്ചു നൽകുന്നതാകാം. അപ്പോൾ മാതാപിതാക്കളായിട്ടുള്ള ബന്ധപ്പെട്ട് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവർ നൽകിയ കാരുണ്യം അത് തിരിച്ചു നൽകാനുള്ള പ്രാർത്ഥനയാണ്. അത് അതേസമയം അള്ളാഹു നമ്മളോട് സൃഷ്ടികളോട് കാണിക്കുന്ന കാരുണ്യം, അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവന് സൃഷ്ടികളെ ആശ്രയിക്കേണ്ടതില്ല, അവൻ നിരാശ്രയനാണ്, സ്വമതാണ്. അതേപോലെ തന്നെ അൽ ഖനിയാണ്,
നമ്മളാണ് ആവശ്യക്കാർ. അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്. എന്നിട്ടും അള്ളാഹു ആ കാരുണ്യം നൽകുന്നത് അത് തികച്ചും നിസ്വാർത്ഥമായിട്ടുള്ള കാരുണ്യമാണ്. അതുകൊണ്ടാണ് കാരുണ്യത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അള്ളാഹു അവൻ്റെ അൽ അസീസുർ റഹീം, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് റബ്ബുക്കൽ ഗനിയ്യുദുർ റഹ്മ, അവിടെയെല്ലാം ആ രൂപത്തിലുള്ള നാമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അള്ളാഹു ആ കാരുണ്യത്തെ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണുക. അപ്പം അള്ളാഹു സർവ്വ കാരുണ്യങ്ങളുടെയും ഉറവിടാണെന്ന് പറഞ്ഞു. മനുഷ്യൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ കാരുണ്യം എന്നുള്ളത് അവന് നൽകിയ മാർഗദർശനമാണ്. അള്ളാഹു നൽകിയ മാർഗദർശനത്തെയും ആ കാരുണ്യമായിട്ട് ബന്ധപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും സൂറത്തുൽ ഇസ്രാഇൻ്റെ 82-ാമത്തെ വചനത്തിൽ മാഹുവ ഷിഫാഉം വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് അല്ലെങ്കിൽ റഹ്മാൻ, സൂറത്ത് റഹ്മാനിലും റഹ്മാൻ അല്ലമൽ ഖുർആൻ. അതേപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് ആ ദീനിനെ സംബന്ധിച്ചും ഹുദം വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അതെല്ലാം ആ കാരുണ്യമായിട്ട് അള്ളാഹു ബന്ധപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അവിടെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യം, അള്ളാഹു ഇത്രയേറെ കാരുണ്യവാനാണെങ്കിൽ എന്തുകൊണ്ട് ലോകത്ത് അക്രമവും അനീതിയെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അള്ളാഹു അവൻ്റെ ആ കാരുണ്യം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റിസുഖായിട്ട് ചേർത്തൊന്ന് ചിന്തിച്ചു നോക്കും, ഉപജീവന മാർഗം അത് അള്ളാഹു വളരെ കൃത്യമായിട്ട് ബാലൻസോടുകൂടെ മുഴുവൻ ആളുകൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ അവരുടെ ആർത്തി, അവരുടെ സ്വാർത്ഥത എല്ലാം കാരണം അത് അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലോക സമ്പത്തിൻ്റെ 90% 10% വരുന്ന ധനികരുടെ കയ്യിലാണെന്നെല്ലാം കണക്കുകൾ പറയാറുണ്ട്. ഇപ്പോൾ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു നമ്മളിലേക്ക് പങ്കുവെച്ചതുപോലെ സൃഷ്ടികൾക്കിടയിൽ പരസ്പരം അത് പങ്കുവെക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ റഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അതായത് സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു നമ്മളോട് കാണിച്ച ആ കാരുണ്യം അത് സൃഷ്ടികളോട് കാണിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുകയാണ്. അതായത് മനുഷ്യനാണ് ആ ഒരു ഇംബാലൻസ് ഉണ്ടാക്കി വെക്കുന്നത്. മനുഷ്യൻ്റെ ആ സ്വാർത്ഥതയും ആർത്തിയും അക്രമവാസനയെല്ലാം കാരണം പലപ്പോഴും മറ്റുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരികയാണ്. പ്രസിദ്ധമായിട്ടുള്ളൊരു കോട്ടിൽ പറയുന്നത് പോലെ, എന്തുകൊണ്ടാണ് ലോകത്ത് അക്രമവും അനീതിയെല്ലാം എന്ന് ദൈവത്തോട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഞാനത് ചോദിക്കില്ല. കാരണം അതേ ചോദ്യം ഞാനും ദൈവം എന്നോട് തിരിച്ച് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ മറുപടി ഇല്ല എന്നുള്ളതാണ്. അതല്ലാതെ ഒരാൾ ഭൂമിയിൽ അക്രമവും അനീതിയെല്ലാം അകാരണമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ആ മരണാനന്തര ജീവിതം അള്ളാഹു വെച്ചിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞു 99% കാരുണ്യം അള്ളാഹു മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഇംബാലൻസുകളും അവിടെ വെച്ച് അള്ളാഹു ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, ഭൂമിയിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച ഒരാൾ, അയാൾക്ക് അവിടെ ലഭിക്കുന്ന പ്രതിഫലം കാണുന്ന സമയത്ത് അത് അനുഭവിക്കാത്ത ആളുകൾ അവർ കൊതിച്ചു പോകും, ഞങ്ങളും അത് അനുഭവിച്ചിരുന്നെങ്കിലെന്ന് അവർ കൊതിച്ചു പോകുമെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനുണ്ടാക്കിയ ഇത്തരം ഇംബാലൻസുകൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു ആ മരണാനന്തര ജീവിതം വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂറത്ത് റഹ്മാനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ആ സൂറത്ത് റഹ്മാനുള്ള എല്ലാം അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതിഫലനാണെന്ന് പറഞ്ഞു. സൂറത്ത് റഹ്മാൻ അള്ളാഹു ആ നരകത്തിൻ്റെ ഭീകരതയെ സംബന്ധിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പം അതും ചില ആളുകൾ ചോദിക്കാറുണ്ട്, അതെങ്ങനെയാണ് കാരുണ്യമായിട്ട് മാറുക? അപ്പം അള്ളാഹു അവൻ്റെ ആ മാർഗദർശനം വളരെ കൃത്യമായിട്ട് നൽകി. വഹദൈനാഹു നജ്ദൈൻ, 2 തെളിഞ്ഞ പാതകൾ നമുക്ക് കാണിച്ചു തന്നു. ശേഷം ശരിയായിട്ടുള്ള ആ മാർഗം പിൻപറ്റിയാൽ അതുവഴി ലഭിക്കാനിരിക്കുന്ന വമ്പിച്ച പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകി. അതേസമയം നിഷേധിച്ച് നിങ്ങൾ താന്തോന്നിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ഭീകരമായിട്ടുള്ള മുന്നറിയിപ്പ് അള്ളാഹു ഇത്തരം താക്കീതുകളിലൂടെ നൽകുകയാണ്. അപ്പം അത് നേരത്തെ പറഞ്ഞു തരുന്നത് തന്നെ അള്ളാഹിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 ഡോറുകൾ കാണിച്ചു തന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളതിലൂടെ പോകുമെന്ന് പറയുകയാണെങ്കിൽ അതിൽ ചില ആളുകൾ വലത് ഡോറിലൂടെ പോയ സമയത്ത് അവർക്ക് എല്ലാ ലക്ഷറി, എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കുകയാണ്. അതേസമയം മറ്റു ചില ആളുകൾ അവർ ഇടത് ഡോറിലൂടെ പോയ സമയത്ത് അവർക്ക് സർവ്വപ്രയാസവും അത് കാരണം അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ അതൊരിക്കലും കാരുണ്യമല്ല. കാരണം ഞാൻ നേരത്തെ നിങ്ങളുടെ ചോയ്സിന് വിട്ടുതരാണ്. അതേസമയം നേരത്തെ തന്നെ ആ 2 ഡോറിലൂടെയും പോയാലുള്ള ഗുണദോഷങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് നൽകി നിരന്തരം വലതിലൂടെ പോകാവൂ എന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഇപ്പോൾ ദുനിയാവാകുന്ന ആ പരീക്ഷ ഹാളിൽ നേരത്തെ തന്നെ ആ ചോദ്യപേപ്പർ അഡ്വാൻസ് ആയിട്ട് നൽകി അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞു തന്നു. ശേഷം അത് വിജയിച്ചാൽ ലഭിക്കാനിരിക്കുന്നതിനെ സംബന്ധിച്ചും പരാജയപ്പെട്ടാൽ ഒരാൾ അനുഭവിക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ചും ആവർത്തിച്ച് താക്കീത് ചെയ്തു. അതുമാത്രമല്ല മാർക്ക് വാരിക്കോരി നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പരിശുദ്ധ ഖുർആനിലെല്ലാം നിങ്ങൾ ഒരു നന്മ ചെയ്യുന്ന സമയത്ത് എത്രയോ ഇരട്ടിയായിട്ടാണ് അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നത്. അതേസമയം ഒരു തിന്മക്ക് ഒരു തെറ്റ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ എത്ര തന്നെ തിന്മ ചെയ്താലും ആ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതോടുകൂടെ ആ തിന്മകൾ മുഴുവനായിട്ട് അള്ളാഹു മായ്ച്ചു തരാണ്. അതുമാത്രമല്ല, നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടി നിരന്തരം ആ ജീവിതത്തിലുടനീളം എക്സ്ക്യൂസുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാന ശ്വാസം വരെ
അള്ളാഹു അവനിലേക്ക് തിരിച്ച് നിങ്ങൾ പോകാനുള്ള ഡോറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ഈ രൂപത്തിൽ നൽകിയിട്ടും ഒരാൾ അയാളുടെ കാരണത്താൽ എക്സാമിന് പരാജയപ്പെട്ട ആ എക്സാമിനറെ പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു പണ്ഡിതൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നത്, ചില ആളുകൾ ചോദിക്കുന്നു, ദൈവം ഇത്രയേറെ കാരുണ്യവാനായിട്ട് എന്തിനാണ് ആളുകളെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നത്? അവരോടുള്ള മറുചോദ്യം, ഇത്രയേറെ കാരുണ്യവാനായിട്ടുള്ളൊരു ദൈവം ഉണ്ടായിട്ടും നീ എങ്ങനെയാണ് ആ നരകത്തിൽ അകപ്പെട്ടത് എന്നുള്ളതാണ്. അതാണ് സ്വയം അവർ ചോദിക്കേണ്ടത്. അപ്പം എത്ര തന്നെ പാപം ചെയ്ത ആളുകൾക്കും അള്ളാഹു അവസാന ശ്വാസം വരെ അവൻ്റെ കവാടങ്ങൾ അവനിലേക്ക് മടങ്ങാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അള്ളാഹിൻ്റെ ആ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അള്ളാഹു പുറത്തു തരുമെന്ന് ഒരാൾ ആ രൂപത്തിൽ ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളത്. ഉദാഹരണത്തിന് ലോകത്തെ ഏറ്റവും ധനികനായിട്ടുള്ള, ഏറ്റവും ഉദാഹരണമായിട്ടുള്ളൊരു വ്യക്തി, ആരെന്ത് ചോദിച്ചാലും നൽകാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയോട് നിങ്ങളൊരു 10 രൂപ ചോദിക്കാൻ അയാളുടെ കയ്യിൽ ഉണ്ടാകില്ല എന്ന് കരുതി നിങ്ങൾ ചോദിക്കാൻ മടിക്കുന്നത് യഥാർത്ഥത്തിൽ അയാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏറ്റവും വലിയ പാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഒന്നാമതായിട്ട് അശ്ശിർക്കു ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. രണ്ടാമതായിട്ട് പറഞ്ഞത് അൽ ഖുനൂതു മിർ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാവുക. അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ നിരാശ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ഹദീസിൽ 100 ആളെ വധിച്ച ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾക്ക് അള്ളാഹു തൗബ നൽകിയത്. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്ന ഫിർഔന് പോലും അവസാനം ആ ഫിർഔന് ആ വെള്ളത്തിൽ അകപ്പെട്ട സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വായിലേക്ക് ചളിവാരി എറിയുന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത്, എങ്ങാനും തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്നുള്ളത്. കാരണം അത്ര അധികാരിയായിട്ടുള്ള മനുഷ്യന് പോലും അയാൾ അവസാനം തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ ആ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടാൻ പാടില്ല എന്ന് സൂറത്തുൽ ഹിജ്റിന്റെ 56-ാമത്തെ വചനത്തിൽ വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ല ദ്വാല്ലൂൻ അള്ളാഹു പറയുന്നുണ്ട്, വഴിപിഴച്ച ആളുകൾ മാത്രമാണ് അള്ളാഹിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുക. അതേസമയം അള്ളാഹു അവരോട് പറയുന്നത് സൂറത്ത് സുമറിന്റെ 53-ാമത്തെ വചനത്തിൽ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അള്ളാഹു പറയാണ്, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളെ, അത്രയും തെറ്റ് ചെയ്ത ആളുകളെപ്പോലും അള്ളാഹു സ്നേഹത്തോടുകൂടെ അള്ളാഹു വിളിക്കുകയാണ്, എൻ്റെ അടിമകളെ ലാ തഖ്നതൂ മിർ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്, എത്ര തെറ്റ് ചെയ്താലും ഞാൻ പുറത്തു തരും എന്നുള്ള പ്രതീക്ഷയുടെ വാക്കുകളാണ് ഇവിടെ അള്ളാഹു നമ്മളോട് പങ്കുവെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ഒരു അടിമ അങ്ങേയറ്റം തെറ്റ് ചെയ്ത് അള്ളാഹുവിൽ നിന്നും അകന്ന ഒരു അടിമ അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹ്ക്കുണ്ടാകുന്ന സന്തോഷം റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്. ഒരു മരുഭൂമിയിൽ അകപ്പെട്ട ഒരു യാത്രക്കാരൻ, അയാളുടെ എല്ലാ ലോഡും അയാളുടെ എല്ലാ ഭക്ഷണ സാധനങ്ങളും വെച്ച ഒരു ഒട്ടകം അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അയാൾ മരണം മുന്നിൽ കാണുന്ന സമയത്ത്, പിന്നീട് ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടുന്ന സമയത്ത് അയാൾക്കുണ്ടാകുന്ന സന്തോഷമാണ് ഒരു വഴിപിഴച്ച അടിമ അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹ്ക്കുണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുസ്നദിൽ കടന്നു വരുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ഹദീസിലും റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യദ്ഹഖു റബ്ബുനാ മിൻ ഖുനൂതി ഇബാദിഹി, ഒരടിമ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് അള്ളാഹിനോട് സങ്കടം പറയുന്നത് കാണുന്ന സമയത്ത് അള്ളാഹു ചിരിക്കും എന്നുള്ളതാണ്. ചിരിക്കാൻ കാരണം അയാൾക്ക് അതിനുള്ള പരിഹാരം ഓൾറെഡി അയാളുടെ അടുത്തെത്തിയിട്ടുണ്ട്, പക്ഷേ അയാളത് അറിയുന്നില്ല. അയാൾ ആ സമയത്തും അങ്ങേയറ്റം വിഷമത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന കാഴ്ച കാണുന്ന സമയത്ത് അള്ളാഹു ചിരിക്കും എന്നുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ഉപമ, വലില്ലാഹി മസലുൽ അല. അപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ മറ്റോ പോയി നമ്മുടെ കയ്യിലുള്ള മകന് ഒരല്പനേരത്തേക്ക് മിസ്സാകുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലോകം നമ്മളാണ്. അവന് നമ്മളെ കാണാതാകുന്ന സമയത്ത് അവൻ അവിടെ വാവിട്ട് കരയാണ്. ഉടനെ തന്നെ നമ്മൾ അവനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും. അതായത് ആ പുഞ്ചിരിയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ളത്? ആ രൂപത്തിൽ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ചിരിക്കുന്നത്. അള്ളാഹു ആ രൂപത്തിൽ ചിരിക്കും. അത് കേട്ട സമയത്ത് സ്വഹാബികളിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അവ യദ്ഹഖു റബ്ബുന, നമ്മുടെ റബ്ബ് ചിരിക്കോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം. അത് കേട്ട ഉടനെ ആ സ്വഹാബി പ്രതികരിച്ചു, ആ രൂപത്തിൽ ചിരിക്കുന്നൊരു നാഥൻ കരുണയല്ലാതെ നന്മയല്ലാതെ ഒരു അടിമക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പവിത്ര മാസത്തിൻ്റെ അന്ത്യയാമങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ തെറ്റ് ചെയ്യുന്ന സമയത്തും അത് ആ ഡോറുകൾ തുറന്നു വെച്ച് അള്ളാഹു തന്നെയാണ് നമ്മൾ അള്ളാഹിനോടാണ് തെറ്റ് ചെയ്യുന്നത്, അതേ അള്ളാഹുവാണ് ആ ഡോറ് തുറന്നു വെച്ച് നമ്മളെ തിരിച്ചു വിളിക്കുന്നത്. റബ്ബനാ ളലംനാ അൻഫുസന. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു വീഴ്ച വന്ന സമയത്ത് തന്നെ അള്ളാഹു തന്നെയാണ് അതിലേക്ക് മടങ്ങാനുള്ള ആ ഒരു പദങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ തിരിച്ചു വരാനുള്ള ഡോറും അള്ളാഹുവാണ് തുറന്നു തരുന്നത്. അത് പറയാനുള്ള കാരണം, ഇപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നുള്ള ഒരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾ സന്തോഷിക്കുക. കാരണം അത് അള്ളാഹു അയാളെ തിരിച്ചു വിളിക്കുന്നതാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ചെയ്യുന്ന മറ്റു നൂറുകണക്കിന് ആളുകളുണ്ട്, അവർക്കൊന്നും ഇല്ലാത്തൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
ആ തിരിച്ചു വിളിക്ക് ഉടനെ തന്നെ നിങ്ങൾ ഉത്തരം നൽകുക എന്നുള്ളത്. അപ്പോൾ പിശാചിനെ സംബന്ധിച്ച് പറയാറുണ്ട്, നിങ്ങൾ നാളെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ പിശാചിന് യാതൊരു പരാതിയില്ല. നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിൽ മാത്രമാണ് പിശാചിന് പ്രശ്നം. കാരണം പലപ്പോഴും ആ നാളെ സംഭവിക്കാറില്ല. അപ്പോൾ നാളേക്ക് വെക്കാതെ ഇന്ന് തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിലിരുന്ന് വന്നു പോയിട്ടുള്ള ആ പാപങ്ങൾ അത് ഏറ്റുപറയുക. എത്ര തെറ്റ് ചെയ്താലും അല്ല ഗഫൂറായിട്ടുള്ള അള്ളാഹു ആ പാപങ്ങൾ പുറത്തു തരും എന്നുള്ളത്. അപ്പോൾ ഈ റമദാനിലൂടെ ആ സമ്പൂർണ്ണമായിട്ടുള്ള പാപമോചനം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.